ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ചെറിയൊരു ഓപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൺമല പാലം. ചെറിയൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് ആ സ്പോട്ട് നോക്കിയാലോ? ഫസ്റ്റ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൺമലപ്പാലം കേട്ടോ. ചെറിയൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കഴിപ്പിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇൻട്രോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു നീർക്കാക്ക ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇര പിടിക്കാതിരിക്കാമെന്ന് തോന്നുന്നത്. ഇങ്ങനെ അനങ്ങാതെ പുള്ളിക്കാരിങ്ങനെ ഇരിക്കുക. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് എന്താ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ പിടിക്കാൻ പോകുന്നത്. ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് ഇത് അനങ്ങുന്നൊന്നുമില്ല, ഇങ്ങനെ അനങ്ങാതിരിക്കുക. ഞങ്ങൾ പിന്നെ അതാ ഇങ്ങനെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിനോട് പോകാം. അപ്പോൾ ചാലിയക്കര പോകുന്നവരെല്ലാം മെയിനായിട്ട് രാവിലെ ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം ഞങ്ങൾ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കായിരുന്നു. ഉച്ചയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി അവിടെ എന്തായാലും എത്താൻ നല്ലൊരു ടൈം എടുക്കും. അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനും ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് കറങ്ങാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയാലും കാണാനും എല്ലാ ടൈമും നമുക്ക് അഡ്ജസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയോണ്ട് മൊത്തത്തിൽ പാട് വിട്ട് കിടന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ അയൺ ബ്രിഡ്ജിലോട്ട് കയറുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് എനിക്ക് സത്യയുടെ ഇതെന്ത് സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് കാണുന്നതും കയറുന്നതല്ല. അങ്ങനെ കയറി കുഴപ്പമില്ല. പല മൊത്തം ദ്രവിച്ചിരിക്കുന്നൊരവസ്ഥയാട്ടോ. കുറച്ച് നടന്ന് അക്കരെ ഞങ്ങൾ നടന്ന് പോകാൻ നോക്കി. പോയി പാതി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ പൊട്ടി കിടക്കുന്ന പലകൊക്കെ കാണുന്നത്. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി പാലം എന്ന് പറയുന്നത് അധികം ഉറപ്പില്ലാത്തതാണ്. ഒരു ചവിട്ടി പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടാവുന്ന അതേ ഉള്ളൂ. അതുകൊണ്ട് പോകുന്നവരെല്ലാം സൂക്ഷിച്ച് പോവുക, സൂക്ഷിച്ച് കയറുക. പിന്നെ ആറ്റിയെന്ന് പറഞ്ഞാൽ വെള്ളമില്ല, മൊത്തം പാറ എളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് പറയുകയും ചെയ്ത്, എടാ മൊത്തം പാറയാണ്, അല്ലാതെ നമുക്ക് ഇറങ്ങാമായിരുന്നു. മുട്ടിന് താഴെയുള്ള വെള്ളമേ ഉള്ളൂ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചാടും, അതെവിടെയാണെങ്കിൽ ഞാൻ ചാടും. അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അഭിപ്രായം. ഇത് കഴിഞ്ഞിട്ട് ചാടണമെന്നുണ്ട്, പക്ഷെ പാറയാണ്ട് ചാടുന്നില്ല. കുറച്ച് ഇവിടെ ഇരുന്നിട്ട് ഇരുന്നു. അപ്പോൾ ഓരോ യാത്രയ്ക്ക് ഓരോ കഥകളായിരിക്കും അല്ലേ പറയാനുള്ളത്. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നത്, പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നത്, പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ എന്തെല്ലാം അല്ലേ. പിന്നെ അയൺ ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകടവ് പാലത്തിലോട്ടാട്ടോ. അവിടെ കാണാമെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നല്ല വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാൻ പ്ലാൻ ചെയ്താൽ നമ്മൾ വന്നതെന്ന് വെച്ചാലും ഭയങ്കര വെള്ളമായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. നമ്മളിത് കരയിൽ തന്നെ നിന്നെല്ലാം കണ്ടതേ ഉള്ളൂ. ഒരു ഊഞ്ഞാൽ കാണുന്നുണ്ടോ? ഒന്നുമില്ല, ചെറിയൊരു കയറിനകത്ത് തടിക്കഷ്ണം കെട്ടിയിട്ടേക്കുക. വരുന്നവർക്കെല്ലാം ഇങ്ങനെ ഇരുന്ന് ആടാനും നല്ല അടിപൊളിയായിരിക്കും. അതിന് മണ്ടയ്ക്ക് ഇങ്ങനെ കയറി വെള്ളത്തിലോട് ചാടാനും അതിന് മണ്ടയ്ക്ക് ഇങ്ങനെ ഊഞ്ഞാലാടാനും എല്ലാം നല്ല രസമായിരിക്കും. ചാലിയക്കര പോകുന്നവരാണെങ്കിൽ കയ്യിൽ എക്സ്ട്രാ ഡ്രസ്സ് കഴുകുന്നത് നല്ലതായിരിക്കും. അപ്പം വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം ഉള്ളതായതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് വെള്ളത്തിൽ ഇറങ്ങും. എന്നെപ്പോലുള്ളവരാണെങ്കിൽ എന്തായാലും ഇറങ്ങും, വെള്ളം കാണുമ്പോൾ തന്നെ ചാടി ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടി ഒരെണ്ണം കൈ കഴുകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ സ്വന്തം വണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ റൂട്ട് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ വെൺമലപ്പാലം കഴിഞ്ഞങ്ങോട്ട് കുറച്ചങ്ങോട്ട് കയറുന്നോട്ട് നമുക്കങ്ങോട്ട് സിഗ്നൽ കിട്ടുന്നില്ല. ഞങ്ങൾ 2 സിം, അതായത് ജിയോയും VI നോക്കി, നമുക്ക് നെറ്റ് കിട്ടുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ പെട്ടൊരു ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വഡക്റ്റിലോട്ടാണ്. അക്വഡക്റ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മിനി ഡാം തന്നെ. അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ റോഡ് കുറച്ച് മോശമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കാണാനാണ് അങ്ങോട്ട് പോയത്. ഇത് ആഗ്രഹം എഴുതി കഴിഞ്ഞ് സാധിക്കുന്ന നിനക്കത് ആഗ്രഹമുണ്ടോ? ഇത് എഴുതി പണ്ട് ഇങ്ങനത്തെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഇത് എഴുതിയിട്ട് ആഗ്രഹം എഴുതി ബുക്കിനകത്ത് ഇറച്ചു. അപ്പോൾ അത് നടക്കുമെന്ന് പറയുന്നത്. ഇത്ര നാളിനുള്ളിൽ അത് ഉണങ്ങി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആഗ്രഹം നടക്കും. ഞാൻ അങ്ങനെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് വേണം ആഗ്രഹം. ആഗ്രഹം നല്ല കണ്ട അവർ പറഞ്ഞെങ്കിൽ പറയും. ഇതെങ്കിലും പറയല്ലേ, എനിക്ക് കിട്ടും. നിറം മാറുന്നുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ കാണിച്ചെടുത്തോ, ഇന്ത്യയുടെ ഭൂപടം നമ്മൾ നേരിട്ട് കണ്ടത്. ശ്രീലങ്കയിലേടാ, ഏകദേശം അങ്ങനെയൊക്കെ ഒരു രൂപ ഉണ്ടല്ലേ.
ഇത് സാധനം എന്ന് പറഞ്ഞാൽ വലുതായിട്ട് കാണാനൊന്നുമില്ല. ഒരു മിനി ഡാം പോലെ ഉള്ളൂ. മിനി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വെള്ളം കനാലിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, ആറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവർക്ക് തോന്നുന്ന രീതിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് ഇവിടെ വരുന്നവർക്കെല്ലാം കണ്ടിരിക്കാനും ഫുഡ് ഒരു പിക്നിക് വൈബ് കിട്ടും. പിന്നെ നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് ഒന്നല്ല രണ്ടല്ല 4 വട്ടം വഴി തെറ്റിപ്പോയി. വഴി തെറ്റി ചാലിയക്കര റൂട്ടായിരുന്നു നമുക്ക് കയറേണ്ടത്. പക്ഷെ നമ്മൾ വെൺമല കയറിയിട്ട് വെൺമല കിടന്ന് കറങ്ങുമായിരുന്നു. ഓ, അടുത്തത് നമ്മളിനി ഇതാണ് ക്രോസ് ചെയ്യേണ്ടത്. ഇതിനെ എങ്ങനെ ക്രോസ് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെള്ളക്കെട്ട്, ഈ വെള്ളക്കെട്ട് വേണം നമ്മൾ ഇനി കടക്കാൻ. നമുക്ക് ഈ തൂണി കൂടെ പിടിച്ച് കിടക്കാം. ഇനി അല്പം സാഹസികത. അതുകൂടെ ഇങ്ങനെ പോണം. അയ്യോ, വീണ് കഴിഞ്ഞാൽ സുഖമായിരിക്കും. അയ്യോ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചി യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം.